ഹായ് എല്ലാവർക്കും സ്വാഗതം. പണവുമായുള്ള നമ്മുടെ ബന്ധം അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണല്ലേ? ചിലർക്ക് മാത്രം എങ്ങനെയാണ് സാമ്പത്തികമായി രക്ഷപ്പെടാൻ പറ്റുന്നത്, മറ്റുള്ളവർക്കോ എന്താ പറ്റാത്തത്? ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. ഇതൊരുമാതിരിപ്പെട്ട എല്ലാവരുടെയും ഒരു പ്രശ്നമാണല്ലേ? മാസം തുടങ്ങുമ്പോൾ നമ്മളൊരു രാജാവായിരിക്കും, പക്ഷേ അവസാനമാവുമ്പോഴോ കയ്യിൽ 5 പൈസ ഇല്ലാത്ത അവസ്ഥ. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അതെ, ശരിക്കും പറഞ്ഞാൽ പ്രശ്നം നിങ്ങളുടെ വരുമാനത്തിന്റെ കുറവല്ല, മറിച്ച് പണത്തെക്കുറിച്ച് നിങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നതാണ്. നമ്മുടെ സാമ്പത്തിക ഭാവി തീരുമാനിക്കുന്നത് പോലും ഈ ഒരു മൈൻഡ്സെറ്റാണ്. ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒരേ ഓഫീസിൽ ഏകദേശം ഒരേ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന രണ്ടുപേർ. ഇതിൽ ഒരാൾ എപ്പോഴും ക്രെഡിറ്റ് കാർഡ് ബില്ലും EMI ഒക്കെ ആയിട്ട് ടെൻഷനിലാണ്. മറ്റൊരാളോ വളരെ സന്തോഷത്തോടെ ജീവിക്കുന്നു, ഭാവിയിലേക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നു. എന്നായിരിക്കും ഇവർ തമ്മിലുള്ള വ്യത്യാസം? അതവരുടെ കഴിവിന്റെയോ ഭാഗ്യത്തിന്റെയോ കുറവല്ല, മറിച്ച് പണത്തിനോടുള്ള അവരുടെ സമീപനമാണ്. ഇതിനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ ബിഹേവിയർ എന്ന് പറയുന്നത്. നമ്മൾ പോലും അറിയാതെ നമ്മുടെ സാമ്പത്തിക തീരുമാനങ്ങളെ നിയന്ത്രിക്കുന്ന ചില മൈൻഡ്സെറ്റ് ട്രാപ്പുകളുണ്ട്. പുറമെ നോക്കുമ്പോൾ ഒരു കുഴപ്പവും തോന്നില്ല, പക്ഷെ ഇവ നമ്മുടെ വളർച്ചയെ ശരിക്കും പിന്നോട്ട് വലിക്കും. അങ്ങനത്തെ ചില പ്രധാന കെണികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ? ഈ വാചകം കേട്ടിട്ടില്ലാത്തവർ ചുരുക്കമായിരിക്കും അല്ലേ? നമുക്ക് മധ്യവർഗമായി അഡ്ജസ്റ്റ് ചെയ്യാം. കേൾക്കുമ്പോൾ ഇതൊരു എളിമയുടെ ഭാഗമായിട്ടൊക്കെ തോന്നാം, പക്ഷെ സത്യം പറഞ്ഞാല് ഇത് നമ്മുടെ സാമ്പത്തിക വളർച്ചയെ തടയുന്ന ഒരു വലിയ കെണിയാണ്. അതെ, ഈ അഡ്ജസ്റ്റ് ചെയ്യാം എന്ന ചിന്താഗതി ഒരു ചില്ലുഭരണി പോലെയാണ്. നമ്മളെ അപകടങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നു എന്ന് നമ്മൾ വിചാരിക്കും, പക്ഷേ യഥാർത്ഥത്തിൽ അത് നമ്മുടെ വളർച്ചയെ അവിടെ തന്നെ തളച്ചിടുകയാണ് ചെയ്യുന്നത്. ഈ ചിന്തയുടെ യഥാർത്ഥ അപകടം എന്താണെന്ന് നമുക്ക് നോക്കാം. കണ്ടില്ലേ, ആ ഒരൊറ്റ ചിന്ത, അഡ്ജസ്റ്റ് ചെയ്യാമെന്ന ചിന്ത നമ്മുടെ വലിയ സ്വപ്നങ്ങളെ ചെറുതാക്കി കളയും. റിസ്ക് എടുക്കാൻ നമ്മളെ പേടിപ്പിക്കും, വളർച്ചയേക്കാൾ സുരക്ഷിതമായി ഒതുങ്ങിക്കൂടാൻ നമ്മളെ പ്രേരിപ്പിക്കും. എന്നെക്കൊണ്ട് ഇതൊക്കെ പറ്റുമോ എന്ന ചോദ്യം ചോദിപ്പിച്ച് നമ്മുടെ എല്ലാ പുരോഗതിയും അതവിടെ ഇല്ലാതാക്കും. നമുക്ക് സങ്കടം വരുമ്പോൾ ഓൺലൈനിൽ കയറി ഷോപ്പിംഗ് നടത്തുക, അല്ലെങ്കിൽ ടെൻഷൻ കൂടുമ്പോൾ ഇഷ്ടമുള്ള ഭക്ഷണം ഓർഡർ ചെയ്യുക. ഇതൊക്കെയാണ് ഇമോഷണൽ സ്പെൻഡിംഗ്. ആ ഒരു 5 മിനിറ്റിലെ സന്തോഷത്തിന് നമ്മൾ കൊടുക്കുന്ന വില ചിലപ്പോൾ അടുത്തൊരു മാസത്തെ സാമ്പത്തിക ഞെരുക്കമായിരിക്കും. അപ്പോൾ ഇനി പണത്തിനോടുള്ള 2 വ്യത്യസ്ത സമീപനങ്ങളെ നമുക്കൊന്ന് താരതമ്യം ചെയ്തു നോക്കാം. അപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി ക്ലിയർ ആകും. ഈ ടേബിളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ദരിദ്രമായ മാനസികാവസ്ഥയുള്ളവർക്ക് ശമ്പളം കിട്ടിയാൽ ആദ്യം ചെയ്യുന്നത് ചെലവാക്കാനാണ് ഓടുന്നത്, എന്നിട്ട് ബാക്കിയുണ്ടെങ്കിൽ സേവ് ചെയ്യാമെന്ന് കരുതും. പക്ഷെ സമ്പന്നമായ മാനസികാവസ്ഥയുള്ളവർ നേരെ തിരിച്ചാണ് ചിന്തിക്കുന്നത്. അവർ ആദ്യം തന്നെ നിക്ഷേപിക്കാനും സേവ് ചെയ്യാനുമുള്ളത് മാറ്റിവെക്കും, എന്നിട്ട് ബാക്കിയുള്ള പണം കൊണ്ടാണ് ചെലവഴിക്കുന്നത്. അതുപോലെ റിസ്കുകളെ അവരൊരു പേടി സ്വപ്നമായിട്ടല്ല കാണുന്നത്, മറിച്ച് വളരാനുള്ളൊരു അവസരമായിട്ടാണ്. അവർക്ക് പണം എന്ന് പറയുന്നത് ഒരു ടെൻഷനല്ല, അവരുടെ ലക്ഷ്യങ്ങൾ നേടാനുള്ള ഒരു ടൂൾ മാത്രമാണ്. ഇതൊരു അവസാനിക്കാത്ത സൈക്കിളാണ്. ശമ്പളം കിട്ടുമ്പോൾ ആവേശത്തിലെല്ലാം ചെലവഴിക്കുന്നു, കുറച്ചു കഴിയുമ്പോൾ പണമില്ലാതെ വിഷമിക്കുന്നു. അടുത്ത ശമ്പളം വരുമ്പോഴോ വീണ്ടും ഇതേ കഥ ആവർത്തിക്കുന്നു. സമ്പത്ത് കെട്ടിപ്പടുക്കുന്നതിനുള്ള വഴി ഭയങ്കര എക്സൈറ്റിംഗ് ആയിരിക്കുമെന്നാണോ നിങ്ങൾ കരുതുന്നത്? എന്നാൽ നേരെ തിരിച്ചാണെങ്കിലോ? അതെ, അതാണ് നമ്മൾ അടുത്തതായി കാണാൻ പോകുന്നത്, വിരസതയുടെ ശക്തി. നോക്കൂ, ഒരു 5000 രൂപയ്ക്ക് ഷോപ്പിംഗ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു ത്രിൽ അത് വലുതാണ്. പക്ഷേ ഒരു 500 രൂപ മാസം തോറും നിക്ഷേപിക്കുന്നത് ചിലപ്പോൾ ഭയങ്കര ബോറിംഗ് പരിപാടിയായി തോന്നാം. എന്നാൽ 10 വർഷം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ ആ ഷോപ്പിംഗ് ഒരു പഴയ ഓർമ്മ മാത്രമായിരിക്കും. പക്ഷേ ആ ചെറിയ നിക്ഷേപം അത് നിങ്ങൾക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യമുള്ള ഒരു ജീവിതം തരും. സമ്പത്തുണ്ടാക്കുന്നത് ഒരു സുപ്രഭാതത്തിൽ നടക്കുന്ന മാജിക് ഒന്നുമല്ല. അത് എല്ലാ ദിവസവും അച്ചടക്കത്തോടെ സ്ഥിരതയോടെ ചെയ്യുന്ന കാര്യങ്ങളുടെ ഫലമാണ്. ആ ഒരു ബോറിംഗ് പ്രോസസ്സിനെ സ്നേഹിക്കാൻ കഴിയുന്നവരാണ് ശരിക്കും വിജയിക്കുന്നത്. ഇന്നത്തെ കാലത്തെ ഏറ്റവും വലിയൊരു ട്രാപ്പാണിത്. സോഷ്യൽ മീഡിയയിൽ മറ്റൊരാളുടെ യാത്രകളും പുതിയ കാറും വീടുമൊക്കെ കണ്ട് നമ്മുടെ ജീവിതവുമായി താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ പോക്കറ്റിലെ പണം മാത്രമല്ല പോകുന്നത്, നമ്മുടെ മനസ്സമാധാനം കൂടിയാണ് ഇല്ലാതാവുന്നത്. അപ്പോൾ ഇത്രയൊക്കെ കേട്ടു, ഇനി എന്ത് ചെയ്യും? ഈ മൈൻഡ്സെറ്റ് എങ്ങനെ മാറ്റിയെടുക്കാം? പേടിക്കേണ്ട, നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ തുടങ്ങാൻ പറ്റുന്ന 4 സിമ്പിൾ സ്റ്റെപ്പുകളുണ്ട്. ഈ 4 കാര്യങ്ങൾ നിങ്ങൾക്ക് ഇന്ന് തന്നെ തുടങ്ങാവുന്നതാണ്. ഒന്നാമതായി, അടുത്ത 30 ദിവസത്തേക്ക് ഒരു ഇമോഷന്റെ പുറത്ത് ചെയ്യുന്ന എല്ലാ ചെലവുകളും നിർത്തുക. രണ്ടാമതായി, ഒരു ചെറിയ തുകയ്ക്ക്, ഒരു 500 രൂപയ്ക്കാണെങ്കിൽ പോലും ഒരു SIP പോലെ ബോറിംഗ് ആയ ഒരു ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങുക. മൂന്നാമതായി, സോഷ്യൽ മീഡിയയിൽ മറ്റുള്ളവരുമായി നിങ്ങളെ താരതമ്യം ചെയ്യുന്നത് ബോധപൂർവം ഒഴിവാക്കുക. അവസാനമായി, നിങ്ങളുടെ ഓരോ ചെറിയ ചെലവും ഒരു നോട്ട്ബുക്കിലോ ഫോണിലോ ഒന്ന് എഴുതി വെക്കുക. ഈ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ബാങ്ക് ബാലൻസ് മാത്രമല്ല മെച്ചപ്പെടുന്നത്, അതിലുപരി നിങ്ങളുടെ ജീവിതത്തിന്മേൽ നിങ്ങൾക്കൊരു കൺട്രോൾ വരും, സാമ്പത്തിക കാര്യങ്ങളിൽ ഒരു വ്യക്തത വരും. അതിൽ നിന്ന് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് അത് വേറെ ലെവലാണ്. അതുകൊണ്ട് ഒന്നോർക്കുക, നിങ്ങളുടെ ഭാവിയെ ശരിക്കും രൂപപ്പെടുത്തുന്നത് നിങ്ങളുടെ ശമ്പളത്തിന്റെ വലുപ്പമല്ല, പണത്തിനോടുള്ള നിങ്ങളുടെ മനോഭാവമാണ്. പണത്തെ ഒരു ഭാരമായി കാണാതെ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടാനുള്ള ഒരു ഉപകരണമായി കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു ചോദ്യം നിങ്ങൾക്കായി വിടുന്നു. നിങ്ങളുടെ ഭാവി തീരുമാനിക്കാൻ പോകുന്നത് എന്തായിരിക്കും? നിങ്ങളുടെ ശമ്പളമോ അതോ നിങ്ങളുടെ മൈൻഡ്സെറ്റോ?